ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഹൈക്കോടതി പരാമർശത്തെ തുടർന്നാണ് അറ്റകുറ്റപ്പണി നിർത്തിയത് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇനി ബാക്കിയുള്ളത് 2 ദിവസത്തെ അറ്റകുറ്റപ്പണി മാത്രമാണ്. നല്ല സുരക്ഷ ഒരുക്കിയാണ് സ്വർണ്ണപ്പാളികൾ എത്തിച്ചത് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. 24 എക്സ്ക്ലൂസീവ് മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, എന്താണ് അവർ നൽകുന്ന വിശദീകരണം? മുഹമ്മദ് റഹീസ്. മന്ത്ര ഗോൾഡ് കവറിംഗ് എന്നുള്ള സ്ഥാപനത്തിന്റെ മറ്റൊരു ഉപസ്ഥാപനമായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഇത്തരത്തിൽ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത്. ഇവിടേക്കാണ് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും എത്തിച്ചത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ അവിടുത്തെ അധികൃതരുമായി സംസാരിച്ചപ്പോൾ നിലവിൽ ഈ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെച്ചിരിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. അത്തരത്തിലല്ല ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത്. അതായത് അതിൻ്റെ പണി തുടർന്നു വരികയാണ് എന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ പണി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് തന്നെ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. നിരവധി ക്ഷേത്രങ്ങളിലെ ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. അവർക്ക് ഏതാണ്ട് 300-ലധികം വരുന്ന വർക്കുകൾ ഒരേ സമയത്തൊക്കെ ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ അവർ അറിയിക്കുന്നതനുസരിച്ചാണെങ്കിൽ നിലവിൽ ഈ പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അത്തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായപ്പോൾ തന്നെ ഇവർ ഈ ഒരു കേസ് നിർത്തിവെച്ചിരിക്കുന്നു. മാധ്യമ വാർത്തകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെയോ തരത്തിലുള്ള ചില അവ്യക്തതകൾ ഈ കേസിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലുണ്ട് എന്ന് വ്യക്തമാക്കി അങ്ങനെയാണ് ഈ പണി നിർത്തിവെച്ചതെന്നാണ് അവർ പറയുന്നത്. 2 ദിവസത്തെ പണി കൂടിയാണ് ഇനി ബാക്കിയുള്ളത് എന്ന് പറയുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ദേവസ്വം ബോർഡിന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാം. അത് പണി തീരാതെയോ അല്ലെങ്കിൽ അത് തീർത്തിട്ടോ കൊണ്ടുപോകാം. ഹൈക്കോടതി പറഞ്ഞതിന് ശേഷം മാത്രമേ തങ്ങൾ ഇനി പണി വീണ്ടും തുടങ്ങുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. ദേവസ്വം ബോർഡുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമില്ല. സ്വാഭാവികമായിട്ടും സ്പോൺസറുമായിട്ടാണ് സാമ്പത്തിക ഇടപാട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ സുതാര്യമാണെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആർക്കും കണ്ട് ബോധ്യപ്പെടാമെന്നടക്കമാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പണി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.